നമസ്കാരം. മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ്. നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹത്തിനായത്. അമ്മാവന്റെ മകളായ കോകിലയായിരുന്നു വധു. ഇരുവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകില തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായായിരുന്നു വിവാഹം. നേരത്തെ തനിക്കും ഒരു തുണ വേണമെന്നും വിവാഹം കഴിച്ച് കുട്ടിയായി ജീവിക്കണമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും വിവാഹിതനാകാൻ പോകുന്ന കാര്യമൊന്നും ബാല വെളിപ്പെടുത്തിയിരുന്നില്ല. ശേഷമായിരുന്നു എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് അമ്മാവന്റെ മകളായ കോകിലയെ താലി ചാർത്തിയത്. ശേഷം കോകിലയുടെയും ബാലയുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ നിറയെ. പഴയ ഓർമ്മകളൊന്നും അവശേഷിക്കാതെയാണ് ബാല പുതിയ ജീവിതം തുടങ്ങിയത്. പാലാരിവട്ടത്തെ കോടികൾ വില വരുന്ന വീട് വിട്ടാണ് വൈക്കത്തേക്ക് ബാലയും കോകിലയും മാറിയത്. പുതിയ വീട്ടിൽ ഞങ്ങൾ അത്രയും ഹാപ്പിയാണെന്നാണ് ഇരുവരും പറഞ്ഞത്. ഫിഷിങ്ങും ബോട്ടിങ്ങും ഒക്കെയായി നല്ലൊരു സായാഹ്നമാണ് എല്ലാ ദിവസവും. രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ടുണരുമ്പോൾ ജീവിതം ധന്യമാകുന്നതെന്നാണ് ബാല പറഞ്ഞത്. ഇപ്പോഴത്തെ ബാലയുടെയും കോകിലയുടെയും പുതിയ വീഡിയോ ആണ് വൈറലാവുന്നത്. കോകിലയുടെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് നടൻ. എല്ലാവരും കേക്ക് മുറിച്ചല്ലേ പിറന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷേ കോകിലയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെയല്ല. തെങ്കാശിയിലെ സുന്ദരേശൻ കോയിലിൽ കോകിലയുടെ പിറന്നാളിനോടനുബന്ധിച്ച് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഭാര്യ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നുമാണ് ബാല പറയുന്നത്. ഗോകുലയ്ക്കൊപ്പം ക്ഷേത്രത്തിലെത്തി അവിടെ ചില പൂജകളൊക്കെ നടത്തിയത് വീഡിയോയിൽ കാണാം. ബാലയോടും ഗോകുലയോടുമുള്ള ആരാധനയും ഫോട്ടോ എടുക്കാനുള്ള തിരക്കും അവിടെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോകുലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നിരവധി കമന്റുകളും ബാല പങ്കുവച്ച് വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. ബാലയുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും അധികം വിഷയമായ ഒന്നായിരുന്നു ഗോകുലയുടെ പ്രായം. ബാലയേക്കാൾ നല്ല പ്രായവ്യത്യാസമുണ്ട് എന്ന് ചർച്ചകൾക്കൊടുവിൽ ബാല തന്നെ ഗോകുലയുടെ പ്രായം വെളിപ്പെടുത്തുകയായിരുന്നു. ബാലയ്ക്ക് 42 വയസ്സായിരുന്നു ഗോകുലയുമായുള്ള കല്യാണ സമയത്ത്. തന്നേക്കാൾ 21 വയസ്സ് കുറവാണ് ഗോകുലയ്ക്കെന്നാണ് അന്ന് ബാല പറഞ്ഞത്. ഗോകുലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് 100 നാവാണ്. തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം ഗോകുലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട്. ഞാനാണ് ഭർത്താവെന്ന ഗോകുല മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രായം കുറവായതുകൊണ്ട് അവളെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും പുതിയ വീഡിയോയിൽ ബാല പറയുന്നു. അതേസമയം തന്റെ ഭാര്യ ഗോകുലയെ 3 വയസ്സുള്ളപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ആളാണ് താനെന്നും ബാല പറയുന്നുണ്ട്. 3-ാം വയസ്സിൽ അവൾ തീരുമാനിച്ചതാണ് ഭർത്താവായി ഞാൻ മതിയെന്ന്. എന്നാൽ എനിക്കത് അറിയുമായിരുന്നില്ല. മാത്രമല്ല ഇവൾക്ക് പ്രായം വളരെ കുറവായിരുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്നും ബാല പറഞ്ഞു. ഞങ്ങൾ വളരെ സുന്ദരമായ ജീവിതം നയിക്കുന്നു. ദയവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു വരരുത്. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഗോകുല എന്നും ബാല പറഞ്ഞിരുന്നു. ഗോകുലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി. നല്ല ഭക്ഷണം, ഉറക്കം, സമാധാനം ഒക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ജീവിതം സുന്ദരമായി പോകുന്നുവെന്നുമാണ് ബാല പറഞ്ഞിരുന്നത്. എൻ്റെ മാമൻ്റെ മകളാണ് ഗോകുല. പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഗോകുലയും ചെറിയ ആളല്ല, വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോകുലയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ്. ഗോകുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയാണ് ബാല. വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു. വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത്. ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ ഗോകുലയും ചേർന്ന് സ്വന്തമാക്കിയിരുന്നത്. വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോകളാണ് ബാല പങ്കുവച്ചിരുന്നത്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എന്തു തന്നെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും. മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാം എന്നാണ് പുതിയ വീഡിയോ പങ്കിട്ട് ബാല അന്ന് കുറിച്ചത്. വിവാഹശേഷം വർഷങ്ങൾക്ക് മുൻപ് ബാലയും ഗോകുലയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞതായിരുന്നു ചിലർ ഗോകുലയുടെ പഴയ കാല ചിത്രം പ്രചരിച്ചത്. ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നടൻ രംഗത്ത് വന്നിരുന്നത്. ഗോകുല കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഒരു മെസ്സേജ് ഇട്ടു, അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി. മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇവളെൻ്റെ മാമൻ്റെ മകളാണ്. എൻ്റെ ഭാര്യയെ ഇങ്ങനെ വിളിച്ചാൽ ആ പറഞ്ഞവൻ്റെ ഭാര്യയെ ഞാൻ എന്ത് വിളിക്കണം? സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കൂ. അങ്ങനെ പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. മറ്റൊരു തൻ്റെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നതാണോ ഈ നാടിൻ്റെ സംസ്കാരവും രീതികളും? അങ്ങനത്തെ നിയമം വല്ലതുമുണ്ടോ? ഗോകുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട, അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളും ഒക്കെ ചെയ്ത് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ? ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ ഭാര്യയെ പറ്റി ഇത്രയും മോശമായി പറഞ്ഞവൻ മാപ്പ് പറയണം. ഞാനല്ല ഇതെല്ലാം തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കണം. ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ്. നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയുമായി ഞാൻ വരുന്നു. കോകിലയുടെ കുടുംബം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അവൻ ആരാണെന്ന് എനിക്കറിയാമെന്നും നേരിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൻ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ വിവരം അറിയുമെന്നും ബാല പറയുന്നു. കുറേ വർഷം മുൻപ് ബാലയും ഗോകുലയും അമൃതയും ഒരുമിച്ചുള്ള ചിത്രമായിരുന്നു
പുറത്തു വന്നിരുന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മാമനൊപ്പമുള്ള പഴയ ഒരു ഫോട്ടോ ഉണ്ടെന്ന് ഗോകുല സൂചിപ്പിച്ചിരുന്നു. ആ ചിത്രമാണോ ഇതെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടനെതിരെ മുൻ ഭാര്യ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു. വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോകുലയെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത്. തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. മറ്റു സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത്. തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു. ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ ഭീഷണികൾ ഉണ്ടെന്നും എലിസബത്ത് പറഞ്ഞു. ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയായിരുന്നു. എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സ്നേഹിഫാണെന്നും അറിയിച്ച് വീഡിയോയുമായി എലിസബത്ത് എത്തിയിരുന്നു. മുഖത്ത് നിറച്ചിരിയുമായി ഊർജ്ജസ്വലതയോടെയാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.